ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല കിടിലൻ രുചിയിൽ പച്ചക്കായയുടെ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 4 പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കായയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കാം. ഇനി അതിനായിട്ട് ഞാനിവിടെ തൊലിയെല്ലാം ചെത്തി കൊടുക്കുകയാണ്. ഇതുപോലെ ചെത്തി കൊടുത്തതിന് ശേഷം വേണം ഇത് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പച്ചക്കായ അരിയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, തൊലിയിൽ കറയുണ്ടാവും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത ഉടനെ നമ്മൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള കഞ്ഞി വെള്ളത്തിലോ ഇട്ട് വെച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. അന്നേരം അതിൻ്റെ കറയെല്ലാം നല്ലതുപോലെ മാറി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഉടനെ തന്നെ റെസിപ്പി തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ സാധാ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുത്ത് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിന് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കായയെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒരു മൺചട്ടിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലാണ് ഞാനിവിടെ റെസിപ്പി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കായ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കായ പെട്ടെന്ന് വെന്ത് വരുന്നതായിരിക്കും, ഒത്തിരി സമയമൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തീ കൂട്ടി വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഒരു നുള്ള് പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിന് മണം ഇഷ്ടമില്ലാത്തവർക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. കായയെല്ലാം ആ സമയം കൊണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കായക്കകത്ത് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ ഒരു സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നോ തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പീര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. നല്ല കിടിലൻ രുചിയിൽ പച്ചക്കായ നല്ലപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. പച്ചക്കായ കൂട്ടാത്തവരും കൂട്ടി പോകുന്നതായിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പച്ചക്കായ കൊണ്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പോലെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.